ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും ഞങ്ങൾ ഒരു ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ചലഞ്ച്? ഇൻസൈഡ് ഔട്ട്സൈഡ് ചലഞ്ച്. യെസ്, നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ലോഡ്സ് ഉണ്ടാവും, ഐറ്റത്തിന്റെ ലോഡ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇൻസൈഡ് ചൂസ് ചെയ്തു, അച്ചാച്ചൻ ഔട്ട്സൈഡ് ചൂസ് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റം മാംഗോ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻസൈഡ് ഉള്ളത് എന്താണ്? നമ്മുടെ മാങ്ങാണ്ടി. അതായിരിക്കും ഇൻസൈഡ് കിട്ടിയ ആളെ ചൂസ് ചെയ്യുക. പിന്നെ ഔട്ട്സൈഡ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ തൊലി അടക്കം ഉണ്ടാവും, മാങ്ങയുടെ ഫ്ലഷും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതായിരിക്കും മറ്റേ ആള് കഴിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം റൂൾസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടുമ്പോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടില് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസൈഡ് എടുത്തോളാം. അമ്മുവിന് ഫസ്റ്റ് ഗെയിമിൽ ഇൻസൈഡും ഞാൻ ഔട്ട്സൈഡും ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. അമ്മു തന്നെ ചൂസ് ചെയ്തു സാധനം. എന്താണ് ഐറ്റം? എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയത് മാംഗോ. മാംഗോ ആണ്. മാംഗോയുടെ ഇൻസൈഡ് അല്ലേ? അതെ. മാങ്ങാണ്ടി കഴിക്കാൻ മാങ്ങാണ്ടി, എനിക്ക് മാങ്ങ തൊലി പ്ലസ് മാങ്ങ. ഓക്കെ, അപ്പൊ സാധനം എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇൻസൈഡ് എടുത്തോ. ഓക്കെ, ഔട്ട്സൈഡ്. ഇതില് മാങ്ങ കുറവാട്ടോ. പുളിയുള്ള മാങ്ങ. കുറച്ച് പുളിയുണ്ട്. നല്ല പുളിയുണ്ട്. ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴേ അതിന്റെ പുളി അറിയത്തുള്ളൂ. ഫ്ലഷ് കൂട്ടി വലിയ കുഴപ്പമില്ല. പീലും ഫ്ലഷ് കുറച്ചുകൂടെ കഴിക്കണം. പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിക്കണം. ഭയങ്കര പൊളിയാണ് ഗൈസ്. ഇൻസൈഡ് എടുത്തിട്ടല്ലേ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്കിനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. സെക്കൻഡ് റൗണ്ടിൽ ആദ്യമേ ചൂസ് ചെയ്തോ, ഇൻസൈഡ് വേണോ ഔട്ട്സൈഡ് വേണോ? ഔട്ട്സൈഡ്. ഔട്ട്സൈഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻസൈഡ്. നമുക്കിപ്പോ എന്നാ ലോട്ട് ഇട്ടാലോ? നോക്കാം എന്ത് വരും നോക്കാം. ഇത്തവണ ഞാൻ എടുക്കാം. വാട്ടർമെലൺ. അപ്പോൾ വാട്ടർമെലന്റെ തൊണ്ട് കഴിക്കാൻ റെഡി അല്ലേ? നമുക്ക് പോയി സാധനം എടുത്തിട്ട് വന്നാലോ? സാധനം എടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മുടെ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്നാ തൊണ്ട് വയ്യ കഴിച്ചോ. കഴുകിയിട്ടുണ്ട്, പേടിക്കണ്ട. കുറച്ചും കൂടെ കഴിക്കണം. ഞാൻ ഇൻസൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മുവിന്റെ ഔട്ട്സൈഡും കുറച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് 2 റൗണ്ട് കഴിഞ്ഞപ്പോ 2 റൗണ്ടിൽ അമ്മുവിന് ചെറിയ പണി കിട്ടി. നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ കാണാം. അപ്പൊ ഇനി തേർഡ് റൗണ്ട്. നമുക്ക് ഇനി തേർഡ് റൗണ്ടിലേക്ക് പോയാലോ? തേർഡ് റൗണ്ടിൽ ലോട്ട് ഇടാം. ലോട്ട് ഇട്ടോ. ഞാൻ ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ഞാൻ ഇൻസൈഡ്. കാരണം കഴിഞ്ഞ തവണ മാറി മാറി എടുത്തു നോക്കാം, എങ്ങനെ ഭാഗ്യം വരുന്നെന്ന് അറിയാൻ പറ്റത്തില്ലോ. ഓക്കെ, ഞാൻ എടുക്കാം. ആഹാ, സൂപ്പർ. ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോൺ ഐസ്ക്രീം. അയ്യോ, കോൺ ഐസ്ക്രീമിന്റെ ഞാനപ്പോ തിന്നണ്ടേ കോണല്ലേ, അല്ലാതെ അതിന്റെ തൊലിയല്ലല്ലോ. ഇല്ല, ഭാഗ്യം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി അതിന്റെ പേപ്പർ കവർ ആണ് തിന്നണ്ടെങ്കിൽ പണി പാടും. ഓക്കെ ഗൈസ്, അപ്പൊ എന്നാ നമ്മള് കോണും ഐസ്ക്രീമും എടുത്തിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഗൈസ് നമ്മുടെ കോൺ ഐസ്ക്രീം ഇവിടെ വന്നു. ഞാൻ ഇതിൽ ഐസ്ക്രീം കോൺ മാത്രം കഴിച്ചു. അത് ഞാൻ കഴിച്ചോളാം. ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം അങ്ങോട്ട് കുറ്റി എടുക്കട്ടെ. അല്ലെങ്കിലേ അറ്റം വരെ ഐസ്ക്രീം ഉള്ളതല്ലേ, അത് കൊടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് മൊത്തം കൂടെ എടുക്കാം. ഐസ്ക്രീം ഇല്ലാത്ത കോൺ ഐസ്ക്രീം കഴിക്കാൻ പോണ ഗൈസ്.
പക്ഷെ ഇതൊരു പണിയല്ല, എനിക്ക് കിട്ടിയ അത്ര അല്ലേ അത്. സാധാരണ എഡ്ജിൽ ഒരു ചോക്ലേറ്റിന്റെ പീസ് വരണ്ടേ, ഇതിനതില്ല. സാരില്ല, മോനിപ്പോ ചോക്ലേറ്റ് ഇത് കൊള്ളാട്ടോ. ഡബിൾ ചോക്ലേറ്റ്. യെസ്, അപ്പൊ ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ചില്ലായിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇതിന്റെ കോണൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് ചില്ലായിട്ടിരിക്കുവാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ ലോട്ട് എടുത്താലോ? നമ്മുടെ ലോട്ട് ഇടാം കേട്ടോ. ഓക്കെ, ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ? ഇൻസൈഡ്. ഓക്കെ, ഞാനപ്പം ഔട്ട് സൈഡ്. ഇതേ ഗൈസ്, ഞാൻ പിന്നെ ഇപ്പൊ ഔട്ട് സൈഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ഐസ്ക്രീമിന്റെ കോണ് മാത്രമേ കിട്ടുള്ളൂ. ഇത്തവണ എന്നെ കിട്ടുന്നത് നോക്കാം. ചിക്കൻ റാപ്പ്. ഓ മൈ ഗോഡ്, ചപ്പാത്തി തിന്നാൻ റെഡിയാണോ? ഇതിപ്പോ മറ്റേ ചിക്കൻ ഒക്കെ വന്നിട്ടും അതിന്റെ ചപ്പാത്തി മാത്രം തിന്നേണ്ട അവസ്ഥയായി ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ പോയി സാധനം എടുത്തിട്ട് വരട്ടെ. എടുത്തിട്ട് വരും. അപ്പൊ നമ്മുടെ റാപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചപ്പാത്തി കഴിക്കാം. ഇത് മറ്റേ സാധനല്ലേ, റൊമാൽ റൊട്ടി അല്ലേ? അതെ അതെ. ഓ ഗൈസ്, റൊമാൽ റൊട്ടി പച്ചക്ക് ഞാൻ പോകണം ഗൈസ്. അകത്തെടുത്ത് കഴിച്ചു. പക്ഷെ അകത്ത് മാത്രം എങ്ങനെ കഴിക്കും ഗൈസ്? അത് പിന്നെയും കുഴപ്പമില്ല. അത് മറ്റേ ഫ്രൈഡ് ചിക്കൻ അല്ലേ, സ്ട്രൈപ്സ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം. അതെങ്ങനെ കടിക്കും? ഓക്കെ ഗൈസ്, ഞാൻ ഇതിന്റെ ഔട്ട് സൈഡിലുള്ള റാപ്പ് മാത്രമായിട്ട് കുറച്ച് കഴിക്കാൻ പോണം. ആ ആപ്പിന്റെ കൂടെ കുറച്ച് പച്ചക്കറിയും ചേർന്നു. കുറച്ച് കാബേജ് കയറിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. വെജിറ്റബിൾ ഒന്നും ഇല്ല, കണ്ടല്ലോ. റൊമാൽ റൊട്ടി മാത്രമേ ഉള്ളൂ. വേണ്ട, കഴിച്ചോ. ഓക്കെ ഗൈസ്, അപ്പം സെറ്റില്ലേ? അപ്പൊ നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പൊ ഗായ്സ്, നമുക്കിനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട്. നമുക്കിനി 2 ഐറ്റം കൂടിയേ ഉള്ളൂ. അതിൽ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റമിലേക്ക് നമുക്ക് പോയാലോ? പോയേക്കാം. ഓക്കെ, ചൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇൻസൈഡ്. ഞാൻ ഔട്ട് സൈഡ്. ഓക്കെ, എനിക്കിപ്പോ 2-3 എണ്ണമായിട്ട് ഞാൻ ഔട്ട് സൈഡ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ ചേഞ്ച് പിടിച്ചിട്ടുണ്ട്. Yes, ഞാനൊരു പണിയായിരിക്കും എന്ന് അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഐറ്റം എടുത്താലോ? എന്താണോ എന്തോ. ചോക്ലേറ്റ്. ഈശ്വരാ, അതിന്റെ ഔട്ട് സൈഡ് എന്തുവാ? തൊലി. അത് നക്കി തിന്നാം. യെസ്. അല്ല, അതിന്റെ പ്ലാസ്റ്റിക് അടക്കം കഴിക്കണം. പിന്നെ ഓക്കെ, അത് എക്സെപ്ഷൻ തന്നു. എനിക്ക് അതിന്റെ ഐസ്ക്രീമിന്റെ പേപ്പർ കഴിക്കാൻ തന്നില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, അതിന്റെ കവർ നക്കിയാ മതി. ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് മാക്സിമം അതേ വരാതെ എടുക്കണം ഗൈസ്. ഓക്കെ, അപ്പൊ ചോക്ലേറ്റ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. റോസ്റ്റഡ് ആൽമണ്ടിന്റെ ഫേവറേറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ തൊലി നിനക്ക് ബാക്കിയുള്ളൂ. മൊത്തം കഴിക്കുവോ? റൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബാക്കി വെക്കും. സോറി, അത് ചോക്ലേറ്റിന്റെ കാര്യം ആയതുകൊണ്ടാണ്. മാക്സിമം കവറെ പറ്റിക്കാതെ നമുക്ക് എടുക്കണം ഗൈസ്. അല്ലെങ്കിൽ ഈ കവർ എടുത്താലും മതി. അത് പറ്റില്ല, എനിക്ക് ആ കവർ വേണം. ഗൈസ്, ഇത് ഫ്രിഡ്ജ് വെക്കേണ്ടതായിരുന്നു, അകത്ത് പോയി. സാരല്ല, എനിക്ക് ഒരു സൈഡ് തന്നാലും. നമ്മളിത് കൊടുക്കുവാണ്. കഴിച്ചോ? ഇല്ല, അത് ആദ്യം ഇൻസൈഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കവറിൽ പറ്റിയത് കഴിക്കാൻ പാടില്ല. വേണ്ട. കൊള്ളാം. ഇങ്ങനെ എടുത്ത് കഴിക്കാലോ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിലുണ്ട് ഗൈസ്. ആ കവർ കൊണ്ട് തരും. അതെന്താ, കവർ എനിക്കുള്ളതല്ലേ. ഓക്കെ ഗൈസ്, ഞാൻ ബാക്കി കൊണ്ട് കഴിച്ചു തീർത്തോട്ടെ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ബൈ. അപ്പൊ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ്. ഇൻസൈഡ് വേണോ ഔട്ട് സൈഡ് വേണോ? കഴിഞ്ഞ തവണ ഞാൻ ഇൻസൈഡ് എടുത്തു, ഇത്തവണ ഔട്ട് സൈഡ് എടുക്കാം. ഞാൻ ഇൻസൈഡ്. അതൊക്കെ കിട്ടുന്നില്ല ഗൈസ്, എന്താ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഔട്ട് സൈഡ്, അമ്മു ഇൻസൈഡ് ആണ്.
ചിക്കൻ ഫ്രൈ. ഫ്രൈ. ചിക്കൻ ഫ്രൈഡ് ഇൻസൈഡ് എന്ന് പറയുമ്പോ അപ്പൊ എല്ല് നീ കഴിക്കൂ? എല്ല് കഴിക്കുക, ഞാൻ ചപ്പിക്കോളാം. ഇല്ല, അത് കടിച്ചു പൊട്ടിക്കണം. എനിക്ക് അതിന്റെ ഒരു പല്ലുണ്ട് മജ്ജയുണ്ട്. guys. അയ്യോ, അതൊന്നും എനിക്ക് കഴിക്കാൻ അത് കഴിക്കണം, പറ്റത്തില്ല. കഴിക്കണം, കഴിക്കണം. ഈ ലോട്ടിട്ട ആളെ എനിക്കൊന്ന് കാണണം കേട്ടോ. ശരിയാക്കി തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനൽ റൗണ്ടില് അമ്മു എല്ല് കഴിക്കാൻ പോകുന്നു, ഞാൻ ചിക്കൻ കഴിക്കാൻ പോകുന്നു. ഇപ്പൊ ഗൈസ് നമ്മുടെ ചിക്കൻ ലെഗ് പീസ്. ചിക്കൻ എന്റെ ലെഗിന്റെ ഓക്കെ ഓക്കെ, ഞാൻ അപ്പൊ ഇതിന്റെ ചിക്കൻ ഒന്ന് കഴിച്ചു തീർക്കട്ടെ. അത് ഇങ്ങനെ ഊരിയെടുക്കും. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ ഗൈസ്, ഞാൻ അപ്പൊ ഇവിടെ നമ്മുടെ ചിക്കനെ ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കന്റെ വസ്ത്രശേപം ബാക്കി ഞാൻ കഴിച്ചോട്ടെ. ഇല്ല, തരത്തില്ല. നമ്മൾ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് മാത്രമേ തരത്തുള്ളൂ. അത് മതി, ഞാൻ ഓക്കെ, ബാക്കി കൊണ്ടുപോ. ഓക്കെ, എന്തുവാ ഗൈസ്? എനിക്കിത് കാണുമ്പോ ഓർമ്മ വരുന്നത് മറ്റേ പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് നീ പഠിച്ചാള്, നീ കഴിച്ചോ. എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ? കൊള്ളാം. ഇതിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. ഇത് എവിടുന്ന് വാങ്ങിയേ? നല്ല അടിപൊളി ചിക്കൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ മേടിക്കാം. ഗൈസ്, ഞാൻ ഇതിന്റെ ചിക്കൻ മൊത്തം തീർത്തിട്ടുണ്ട്. എരിയുന്നു ഗൈസ്, നല്ല എരിവുണ്ട്. എല്ല് കഴിച്ചിട്ട് എരിയുന്നെങ്കിൽ എരിയുന്നില്ല. നോക്കണം, കടിച്ചു പൊട്ടിക്കണം. ഇതൊന്നുമില്ല. അത് കടിച്ചു പൊട്ടിക്കണം, അപ്പൊ കിട്ടും. എരുവാണോ? വെളുത്തുള്ളി ഒക്കെ ഉണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ എല്ലാ റൗണ്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാലോ, ഒരേപോലെ ചോദിച്ചു. അതെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ചിക്കനും കൂടെ കഴിച്ചപ്പോ ഞാൻ ഹാപ്പി ആയി. അതാ, ഹാപ്പി ആയിരിക്കുമല്ലോ. രണ്ടും കിട്ടി, ഇൻസൈഡും കിട്ടി ഔട്ട് സൈഡും കിട്ടി. നല്ലതായിരുന്നു, ഒരു വെറൈറ്റി ചലഞ്ച് ആയിരുന്നു. അതെ അതെ, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മുടെ പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ.